മല്ലു സ്പോട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസിലേക്കാണ് യാത്ര. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുങ്ങിയതും ഇടുക്കമുള്ളതെന്ന് പറയുന്നത് പോലെ മാംഗോ മെഡോസിലേക്കുള്ള വഴിയും സെയിം ഏകദേശം അതേ അവസ്ഥയിലാണ്. മൊത്തം കുണ്ടും കുഴിയും ചെളിയും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കുണ്ടും കുഴിയൊക്കെ താണ്ടി മാംഗോ മെഡോസിൻ്റെ കവാടത്തിങ്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് അകത്തോട്ട് പ്രവേശിക്കാം. നല്ല ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല രീതിയിലാണ് ഇവിടുത്തെ ഫ്രണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാറുകളും പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു പാർക്കിംഗ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രൻസ്. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ ഗൈഡ് ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വിശദീകരിച്ച് തരും. അപ്പോൾ ഇനി അവരുടെ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങൾ കാണാനായിട്ട് അവരുടെ കൂടെ യാത്ര തുടരുകയാണ്. നിങ്ങൾക്കും തുടരാം. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഒത്തിരി ആളുകളുണ്ട് ഇവിടെ സന്ദർശിക്കാനായിട്ട്. നമ്മൾ പോകുന്ന വഴികളിൽ പല ഗൈഡുകളുടെ കൂടെ പല ഗ്രൂപ്പുകളായിട്ടും കപ്പലുകളായിട്ടും സിംഗിളായിട്ടും ഒക്കെ ഒത്തിരി ആളുകൾ ഇതിൻ്റെ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മളുടെ ഈ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ഓരോ സ്റ്റാച്യുവും ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഓരോ അതിൻ്റെ പിന്നിലെ കഥകളും പല കാര്യങ്ങളും നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ജില്ലയിൽ ട്രെയിൻ കിട്ടുന്നത്. ഇതിൽ നമുക്ക് അവിടെ എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ കയറിയിട്ട് ഇത് ഫുൾ അടച്ചിരുന്ന് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങളിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മളുടെ മീൻ ഫീഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീൻ തീറ്റ കിട്ടും. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ വന്ന് മീൻ ഇട്ട് കൊടുത്ത് അവരത് കഴിക്കുന്നത് കാണാനായിട്ടും ഇതിന് വെള്ളത്തിന് മുകളിൽ ഒന്ന് ചാടി കഴിക്കുന്നത് കാണാനായിട്ടും നല്ലൊരു എളുപ്പമാണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും രണ്ടുപേർക്കും കണ്ണിന് ഉയർന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ കടൽ ബോട്ടുകളുണ്ട്. ഇന്ന് കടൽ ബോട്ടിന് അവിടെ വലിയ തിരക്ക് കണ്ടില്ല. ചില സമയത്ത് നല്ല തിരക്കായിരിക്കും കടൽ ബോട്ടിൽ കയറാനായിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലവ് സ്റ്റാച്യു, വാലന്റൈൻ സ്റ്റാച്യു അങ്ങനെയുള്ളൊരു സ്റ്റാച്യു ഉള്ളത് മരത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഗൈഡിനൊപ്പം യാത്ര തുടരാം. ഇതിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഡേ പാക്കേജായിട്ടും അതുപോലെ ഫുൾ ഡേ പാക്കേജായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഡേ പാക്കേജ് ആണെങ്കിൽ നമുക്ക് വരുന്നത് 400-500 സംതിങ് റേഞ്ചാണ്. അത് വീക്ക് ഡേയ്സിലും വീക്കെൻഡ് ഡേയ്സിലും വ്യത്യാസമുണ്ട്. അതുപോലെ പല ടൈപ്പിലുള്ള റിസോർട്ടുകൾ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ട ഡബിൾ ഡെക്കർ ട്രെയിൻ, ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ സാധനങ്ങളാണ്. അതായത് കളിമണ്ണിൽ ഓരോ കലാരൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഈ ചേട്ടൻ വളരെ അടിപൊളിയായിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് പേ ചെയ്താൽ നമുക്കും അവിടെ നിന്ന് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ പക്ഷി മൃഗാദികളെ പരിപാലിക്കുന്ന സ്ഥലത്തോട്ടാണ്. വ്യത്യസ്ത ഇനങ്ങളായ പട്ടികൾ, കോഴി, കിളികൾ, ടർക്കി, മുട്ടക്കോഴികൾ, മുയൽ, കാട, പശുക്കൾ, പല ഇനത്തിലുള്ള ആടുകൾ, ഇറച്ചിക്കോഴികൾ, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഒട്ടനവധി കൂടുകളിലായിട്ട് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിനായിട്ടും അതുപോലെ ഇവിടുത്തെ ക്യാൻറ്റീനിലേക്കൊക്കെ ഇവിടുത്തെ മുട്ടയും ഇവിടുത്തെ ഇറച്ചിയും അങ്ങനെയുള്ള പാല് ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെല്ലാം കണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ വന്നിട്ടും ആളുകൾ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ റീലുകൾ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇറച്ചിക്കോഴികളെ അതിൽ വളർത്തുന്ന ഏരിയയാണിത്. അതുപോലെ ആടും മാട്ടും കുഞ്ഞുങ്ങളെല്ലാം വെക്കുന്ന ഏരിയയാണ് മറ്റൊരു ഏരിയ.
ചുറ്റിക്കറങ്ങി നടന്ന് സഞ്ചരിച്ചതിന് ശേഷം നമ്മളും എത്തി പെഡൽ ബോട്ട് റൈഡ് എൻജോയ് ചെയ്യാനായിട്ട്. എന്നാൽ അന്നേരത്തേക്ക് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഫുൾ ഫാമിലി ആയിട്ട് പെഡൽ ബോട്ടിൽ ചവിട്ടി വേർത്ത് കുളിച്ച് ഒരു പരുവമായി. എന്നാലും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളിൽ നമ്മൾ കാണാം, അവിടെ ഇരുന്ന് പോകുന്നവരെല്ലാവരും വെയിലിൽ ാണ് എൻജോയ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മുടെ മാംഗോ മെഡോസിലെ സ്പെഷ്യൽ ഒരു ചായക്കടയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ചായ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് അത് ഉണ്ടാക്കുന്നതില്ല. നമുക്കറിയാം, കൽക്കരി അല്ലെങ്കിൽ അതുപയോഗിച്ചുള്ള ചായ ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് കാണാനേ സാധിക്കില്ല. അതൊരു ലൈഫ് ടൈം മൊമെൻ്റായിട്ട് തന്നെ നമുക്ക് കാണാം. അവിടെ ചായ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഓരോ ചേട്ടൻ അടിക്കുന്നതൊക്കെ നല്ല രീതിയിലുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചായ അടിച്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ വളരെ വിരളമാണ്. അതുപോലെ തന്നെ പഴയ സിനിമകളുടെ പോസ്റ്ററും പഴയ റേഡിയോ, വീടിൻ്റെ ഒരു പട്ടിക, പഴയ കലണ്ടർ എല്ലാം കൊണ്ട് ഒരു പഴയ ആംബിയൻസാണ് ചായക്കടയ്ക്കുള്ളിൽ. ഇതാണ് നമ്മൾ പറഞ്ഞ കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് ചായ ഉണ്ടാക്കുന്ന രീതി. ഇവിടെ എല്ലാവരും ഇത് കണ്ടിട്ടുള്ള വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ ചേട്ടൻ്റെ നല്ല അടിച്ച ഒരു ചായ കുടിച്ചിട്ട് നമ്മളിനി അവിടുത്തെ തേയിലത്തോട്ടത്തിലോട്ടാണ് നമ്മളുടെ യാത്ര. ഒരു തേയിലത്തോട്ടം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ട്രീ ഹട്ടും ഉണ്ട്. അപ്പോൾ ട്രീ ഹട്ടിൽ കയറി നിന്നുകൊണ്ട് മാംഗോ മെഡോസ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വീക്ഷിക്കാം. ആ വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളിയാണ്. നമുക്ക് 360 നിന്ന് മാംഗോ മെഡോസ് ഫുള്ളായിട്ട് അവിടെ നിന്ന് വീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു വൺ ഡേ പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ വന്നതെങ്കിലും ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് അവിടുത്തെ പൂളിൽ ചാടി വരികയും അത് പിള്ളേരുമായിട്ട് പാർക്കിൽ പോവുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പാർക്കിങ്ങിൽ വന്ന് നമ്മളുടെ വണ്ടിയുമായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വൺ ഡേ പ്ലാൻ ആയിട്ട് വന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. രാവിലെ തന്നെ വന്ന് ഫുൾ ഡേ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഇറ്റ്സ് ടൈം ഫോർ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ ബൈ.